ഒരു ഗ്രാമത്തിലെ മലമുകളില് ഒരു കാടുണ്ടായിരുന്നു. പക്ഷെ ആ നാട്ടിലെ ജനങ്ങളുടെ ചെയ്തികൾ മൂലം, അവരുടെ സ്വാർത്ഥത മൂലം, അവരുടെ ആവശ്യങ്ങൾക്കായി ആ മലമുകളിലെ കാടെല്ലാം അവർ വെട്ടിനിരത്തി. അവിടെ മരങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെയായി. കാലക്രമേണ ആ ഗ്രാമത്തില് ചൂട് കൂടി, മഴ കുറഞ്ഞു. ആയതിനാൽ തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഗ്രാമവാസികൾ എല്ലാവരും അനുഭവിക്കാനും തുടങ്ങി. അങ്ങനെ കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ അവിടുത്തെ കുട്ടികൾ ആ മലമുകളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു വൃദ്ധയായ സ്ത്രീ ഇരുന്ന് കുറെ കുഴികൾ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ചോദിച്ചു, താങ്കൾ എന്താണ് ചെയ്യുന്നത്? ഉടനെ ആ സ്ത്രീ മറുപടി പറഞ്ഞു, ഞാനിവിടെ നഷ്ടപ്പെട്ടു പോയ കാട് പുനർനിർമ്മിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കാട് വെച്ച് പിടിപ്പിക്കാൻ പോവാണ്. അതിലൂടെ പോയ ആൾക്കാരെല്ലാം ആ വൃദ്ധയായ സ്ത്രീയെ കളിയാക്കി, ഇതാ ഒരു സ്ത്രീ ഇരുന്ന് ഒരു കാട് നിർമ്മിക്കാൻ പോകുന്നു. പക്ഷെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ ചെറിയൊരു കാട് രൂപാന്തരപ്പെട്ടു. അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന ഗ്രാമവാസികളെല്ലാം ആ സ്ത്രീയെ അനുമോദിക്കുകയും ചെയ്തു. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തില് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ചെറിയ തുടക്കത്തിൽ നിന്നാണ്. തുടങ്ങുന്നവർക്ക് അത് അവസാനിക്കുന്നതിനെ കുറിച്ച് ഒരു സ്വപ്നമുണ്ടായിരിക്കും. ഒരുപക്ഷെ മറ്റുള്ളവർക്കാർക്കും അങ്ങനെ ഒരു ദീർഘദർശനം ഉണ്ടാകണമെന്നില്ല. ഒരു പുതിയൊരു കാര്യത്തിലേക്ക് കാലെടുത്ത് വെക്കാനായിട്ട് അസാധാരണമായ ധൈര്യം വേണം, അസാധാരണമായ വീക്ഷണം വേണം. ആ വീക്ഷണം ഉണ്ടെങ്കിൽ മാത്രമാണ് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഈ തുടക്കക്കാരൻ, തുടങ്ങി വെക്കുന്നവൻ ഫേസ് ചെയ്യുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പലപ്പോഴും മറ്റുള്ളവർ കുറെ ചോദ്യങ്ങൾ ചോദിക്കും. എന്തിനു വേണ്ടിയാ തുടങ്ങുന്നത്? തുടങ്ങിയിട്ട് നിനക്കെന്താ ഗുണം? ഈ ലോകം മാറ്റിമറിക്കാനായിട്ട് നീ ആരാണ്? നീ ഇത് ചെയ്യുമ്പോൾ നീ കുറെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരും. അതൊക്കെ നീ ഒറ്റയ്ക്ക് അനുഭവിച്ചേക്കണം. ഇങ്ങനെ മാറി നിന്ന് നമ്മളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് നേരെ വിരൽ നീട്ടിക്കൊണ്ട് വിമർശിക്കാനായിട്ട് ഒരുപാട് പേരുണ്ടാകും. ഈ വിമർശനങ്ങളെ അതിജീവിക്കാനും തുടക്കക്കാരന്, തുടങ്ങുന്നവന് കൃത്യമായ ധൈര്യം ഉണ്ടാകണം. പലപ്പോഴും ലോക ചരിത്രം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അത് ചില വ്യക്തികളുടെ കൂടി ചരിത്രമാണ്. പുതിയ കാൽവയ്പ്പുകൾ, പുതിയ തീരുമാനങ്ങൾ, പുതിയ ദർശനങ്ങൾ നടപ്പിൽ വരുത്താനായി അവർ വെച്ച ചെറിയ ചുവടുവയ്പ്പുകൾ. അങ്ങനെ ചെറിയ ചുവടുവയ്പ്പിലൂടെ വലിയൊരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ, ചരിത്രത്തിന്റെ ഭാഗമാകാൻ നിങ്ങൾക്കും കഴിയട്ടെ. നന്ദി.